സമാനമായ ഒരു അഭ്യാസമുണ്ട്. അതിലെന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അത് പരിശോധിക്കുമ്പോൾ ഈ പാർട്ടിക്കകത്ത് ഉള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇല്ലാതാക്കും എന്നാണ് അദ്ദേഹം ആ സമയത്ത് അവകാശപ്പെട്ടിരുന്നത്. അതായത് പാർട്ടിക്കകത്ത് പാർട്ടി സ്ഥാനങ്ങൾ വരുമ്പോൾ പണത്തിന്റെ സ്വാധീനം, അതുപോലെ പാർട്ടി കുടുംബങ്ങളിലുള്ള ആൾക്കാർ വളർന്നു വരുന്ന അവസ്ഥ, അതോടൊപ്പം മറ്റു തരത്തിലുള്ള സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാർ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തുന്ന അവസ്ഥ. ഇത് 3 മാറ്റാനാണ് യൂത്ത് കോൺഗ്രസ് അദ്ദേഹം കച്ചകെട്ടി പുറപ്പെട്ടത്. പക്ഷേ യൂത്ത് കോൺഗ്രസിൽ ഒരു റൗണ്ട് ഈ പറഞ്ഞ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ കാണുന്നത് ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നിരയിൽ യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് രാജീവ് സാത്തവ് അടക്കമുള്ള ആൾക്കാർ, പശ്ചിമ ബംഗാളിൽ മൗസം നൂർബാനു അടക്കമുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒക്കെ ഒരു ഡിവിഷൻ എടുത്ത് പരിശോധിച്ചാൽ അത് എല്ലാം നമ്മൾ കാണുന്നത് പഞ്ചാബിൽ രവനീത് സിംഗ് ബിട്ടു എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിന്റെ സ്ഥാനാവരണം. ഇതെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് പഴയ അവസ്ഥയ്ക്ക് പാർട്ടി കുടുംബങ്ങളിൽപ്പെട്ട ആൾക്കാരുടെ സ്വാധീനം നിലനിൽക്കുന്ന അവസ്ഥ തന്നെയാണ് നമ്മൾ കാണുന്നത്. ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, 2009 അമേഠിയിൽ നിന്ന് 3.71 ലക്ഷത്തിന്റെയോളം മാർജിനോടെയാണ് രാഹുൽ ഗാന്ധി ജയിച്ചത്. ഇനി ഒരു ഇലക്ഷനിൽ അദ്ദേഹത്തിന് അത്രത്തോളം ജനകീയത ഉണ്ടാകുമെന്ന് പറയാൻ കഴിയുമോ? പ്രത്യേകിച്ച് മോഡിയെ പോലൊരു സ്ഥാനാർത്ഥി എതിരിട്ട് നിൽക്കുമ്പോൾ അത്തരമൊരു കരിസ്മ അദ്ദേഹത്തിനുണ്ടെന്ന് പറയാൻ കഴിയുമോ? കരിഷ്മ അമേഠിയിലും റായ്ബറയിലും എന്താണ്, രാഹുൽ ഗാന്ധി അടക്കമുള്ള നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അവരുടെ രാഷ്ട്രീയ സ്വാധീനം എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ആ അവസ്ഥയിൽ നിന്ന് വളരെ സാരമായ മാറ്റം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാൻ പര്യാപ്തമായ കാര്യങ്ങളൊന്നുമില്ല. സമീപകാലത്ത് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ അദ്ദേഹം അമേഠിയിൽ നിറഞ്ഞു നിർത്തുകയുണ്ടായി. ആ സമയത്തൊക്കെ അദ്ദേഹത്തിന് പരസ്പരത്തും നേരിടേണ്ടി വന്നത് സമാനമായ രീതിയിൽ പ്രതിഷേധം കൊണ്ട് മുന്നോട്ട് വരുന്ന സാധാരണക്കാരായ അദ്ദേഹത്തിന്റെ വോട്ടർമാരെയാണ്. അപ്പോൾ അത് നരേന്ദ്രമോദിയുമായി ബന്ധപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണോ രാഹുൽ ഗാന്ധി പ്രോമിസ് ചെയ്തത്, എന്താണോ അദ്ദേഹം വാഗ്ദാനം ചെയ്തത്, അത് വേണ്ട രീതിയിൽ അമേഠി അടക്കമുള്ള മണ്ഡലത്തിൽ പ്രതിഫലിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെട്ടിട്ടില്ല എന്നൊരു വിശ്വാസം അവിടുത്തെ സാധാരണക്കാരായ ആൾക്കാരുടെ ഉണ്ട് എന്നാണ് ഉത്തർപ്രദേശ് ഏറെക്കാലമായി കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പത്രപ്രവർത്തകർ ഞാൻ മനസ്സിലാക്കുന്നത്. ആ അവസ്ഥ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനാവുമ്പോഴേക്ക് മാറുമെന്ന് പ്രതീക്ഷിക്കാൻ പര്യാപ്തമായ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, വളരെയധികം നന്ദി താങ്കൾ പ്രതികരിക്കാൻ എത്തിയതിന്. ശ്രീ എം ലിജു, രാഹുൽ നിർദ്ദേശിക്കുന്ന പരിഷ്കാരങ്ങൾ മൊത്തമായി പരിശോധിച്ചാൽ കോൺഗ്രസിന് ഇതുവരെ ഉണ്ടായിട്ടുള്ള പരാജയങ്ങൾക്കും തിരിച്ചടികൾക്കും സ്വാധീനക്കുറവിനെല്ലാം കാരണം കോൺഗ്രസിന്റെ തന്നെ ആഭ്യന്തര വിഷയങ്ങളാണ്, ആഭ്യന്തര പ്രശ്നങ്ങളാണ് എന്ന് പറയേണ്ടി വരും. അല്ല, ഞാൻ അതിന് മറുപടി പറയുന്നതിന് മുമ്പ് ബഹുമാനൻ ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ പറഞ്ഞ ചില കാര്യങ്ങൾക്കുള്ള മറുപടി കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു യൂത്ത് കോൺഗ്രസിൽ ശ്രീ രാഹുൽ ഗാന്ധി ജനാധിപത്യത്തിന് തുടക്കം കുറിച്ചു. പക്ഷേ ജനാധിപത്യം വന്നുവെങ്കിൽ തന്നെ യൂത്ത് കോൺഗ്രസിൽ അനവധി പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്ന തരത്തിൽ അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തി. ഞാൻ അതിനോട് യോജിക്കുന്നു. ശരിയാണ്, ഒരു അനവധി വർഷക്കാലമായി നോമിനേഷൻ സമ്പ്രദായം ഉണ്ടായിരുന്ന ഒരു സംഘടനയിൽ സമ്പൂർണ്ണമായൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു റൗണ്ട് തെരഞ്ഞെടുപ്പ് കൊണ്ട് പൂർണ്ണമായ മാറ്റം വരുമെന്ന് ആരും അവകാശപ്പെടുന്നില്ല. ശ്രീ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞത് അടുത്ത 2-3 ഘട്ടം തിരഞ്ഞെടുപ്പ് കൊണ്ട് ഓരോ 2 വർഷവും നടക്കുന്ന തിരഞ്ഞെടുപ്പ് കൊണ്ട് സംഘടനയിൽ മാറ്റം വരുമെന്നാണ്. അദ്ദേഹം ഞങ്ങളുടെ അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ രാജീവ് സാത്തവിനെ കുറിച്ച് അദ്ദേഹം ഒരു രാഷ്ട്രീയ കുടുംബത്തിലെ അംഗമാണ് തരത്തിൽ പരാമർശം നടത്തി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ രാഷ്ട്രീയക്കാരുണ്ടെന്ന് യാഥാർത്ഥ്യമാണ്. പക്ഷേ മഹാരാഷ്ട്രയിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ജില്ലാ പഞ്ചായത്ത് അംഗവും MLA ആയതിനു ശേഷം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന ഒരാൾക്ക് അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനാകുന്നത് തെറ്റാണോ? ഇന്ത്യയിൽ തന്നെ ഫ്രണ്ട് ലൈനിൽ ഇപ്പോൾ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ഫ്രണ്ട് ലൈൻ മാഗസിൻ തന്നെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഈ ലക്കത്തിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നു, സെൻട്രൽ UP-യിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ പ്രബലരായ വ്യക്തികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് മക്ബൂൽ ഖാൻ എന്ന് പറയുന്ന ന്യൂനപക്ഷ സമുദായക്കാരൻ ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനാണ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ് അവിടെ സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് എന്നാണ് ഫ്രണ്ട് ലൈൻ ഈ ആഴ്ചയിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ തന്നെ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായി യൂത്ത് കോൺഗ്രസ് നടത്തി താങ്കളുടെ മറുപടി ഒന്നുകൂടി ചുരുക്കണം. ഈ ടെലിവിഷൻ ചർച്ചയിൽ നമുക്ക് സമയം വളരെ അമൂല്യമാണ്, കുറവാണ്. തീർച്ചയായും. അപ്പം നമുക്കറിയാം ഇന്ത്യയിലെ രാഷ്ട്രീയ സംഘടനകൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സമയമായി.
ഇപ്പൊ ഇന്ത്യയിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസിനുള്ള പരാജയത്തിലെ ചില പ്രശ്നങ്ങൾ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെയാണ്. സംഘടനയിൽ സമ്പൂർണ്ണമായി ടി എച്ച് മുസ്തഫ, കോൺഗ്രസിൽ പല മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ ഭാവി പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധിയെ കാണുന്നുണ്ട്. അങ്ങനെ അവർ പരസ്യമായി തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ആ കൂട്ടത്തിൽ താങ്കളുണ്ടോ? ഭാവി പ്രധാനമന്ത്രി ആരായിരിക്കണമെന്ന് കോൺഗ്രസ് ഇതുവരെ ആലോചിച്ചിട്ടില്ല. അത് ആലോചിക്കേണ്ട സമയമായിട്ടില്ല. രാഹുൽ ഗാന്ധി ഭാവി പ്രധാനമന്ത്രിയാകാൻ യോഗ്യനാണ്. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. ശ്രീ ജോർജ് കുര്യനിലേക്ക്, വിക്കിലീക്സ് കേബിൾ 2010 അതിന്റെ വെളിപ്പെടുത്തലുകൾ പ്രകാരം അമേരിക്കയിലെ ഇന്ത്യൻ അംബാസഡറോട് രാഹുൽ ഗാന്ധി നടത്തുന്ന ഒരു സംഭാഷണത്തിന്റെ ചില ഭാഗങ്ങളിൽ പറയുന്നുണ്ട്, ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഹിന്ദു തീവ്രവാദമാണെന്ന്, ഹിന്ദു എക്സ്ട്രീമിസം ആണെന്ന്. ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇത് BJP-യെ ലക്ഷ്യം വെച്ചുള്ള ഒരു പ്രതികരണമാണോ? അത് BJP-യെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമൊന്നുമല്ല. അദ്ദേഹത്തിൽ സ്വാഭാവികമായിട്ടുള്ള പാശ്ചാത്യ അടിമത്വമാണത്. എൻ്റെ രാജ്യത്ത് കുഴപ്പങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ പാരമ്പര്യമൊക്കെ അനുസരിച്ചുള്ളതായിരിക്കണം. അദ്ദേഹം അമേരിക്കക്കാരെ സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവും ഒരു അമേരിക്കൻ അംബാസഡറോട് ഇങ്ങനെ പറയില്ല. ലോകം മുഴുവൻ ഏത് ഭീകരവാദമാണ് ഉള്ളതെന്ന് ലോകത്തിലുള്ളവർക്ക് മുഴുവൻ അറിയാം. ആ അവസരത്തിൽ രാഹുൽ ഗാന്ധി അത് പറഞ്ഞുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയാണ് കാണിക്കുന്നത്. ഒരു പാശ്ചാത്യമായിട്ടുള്ള വരുന്ന തിരഞ്ഞെടുപ്പിൽ BJP-യുടെ സ്റ്റാർ ക്യാമ്പയിനറായി നരേന്ദ്രമോദി രംഗത്ത് വരുമ്പോൾ നരേന്ദ്രമോദിക്ക് തുല്യമായി നിൽക്കാൻ രാഹുൽ ഗാന്ധിക്കാകില്ലേ? ആ തരത്തിൽ BJP-ക്ക് കുറച്ചുകൂടി അധ്വാനം വേണ്ടി വരില്ലേ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ? BJP-യെ സംബന്ധിച്ചിടത്തോളം BJP-യുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് തീരുമാനിച്ചിട്ടില്ല. ഈ പറഞ്ഞതുപോലെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് നരേന്ദ്രമോദി. തീർച്ചയായിട്ടും BJP-യെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി വരികയാണ് എങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കാരണം മുമ്പേ പറഞ്ഞതുപോലെ ലിജു പറഞ്ഞു, പാർലമെന്റിൽ പറഞ്ഞു എന്ന് പറഞ്ഞു ലോക്പാലിനെ പറ്റി. 6 മാസം കഴിഞ്ഞപ്പോൾ ആരോ പഠിപ്പിച്ചു കൊടുത്ത കാര്യം അദ്ദേഹം പറഞ്ഞു. സൂരജ് കുണ്ടിൽ അദ്ദേഹം പറഞ്ഞു. അതും അദ്ദേഹത്തെ അത് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം അദ്ദേഹം പറയുന്നു. തിരിച്ചു വരാൻ താങ്കൾ ശ്രീ എം ലിജു, ഗുജറാത്തിൽ നിന്നുള്ള കോൺഗ്രസ് അധ്യക്ഷൻ അർജുൻ മോഡ്വാദിയ ഇന്നലത്തെ മീറ്റിംഗിൽ പറഞ്ഞത് ഗുജറാത്തിൽ കോൺഗ്രസിന് അടിപതറുന്നതിനുള്ള ഒരു കാരണം നരേന്ദ്രമോദി മാധ്യമങ്ങളിലൂടെ നടത്തുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കൂടി ഉപയോഗിച്ച് നടത്തുന്ന പ്രചാരണങ്ങളെ നേരിടാൻ കോൺഗ്രസിന് കഴിയാതെ പോയതുകൊണ്ടാണ് എന്നാണ്. അതിന് രാഹുൽ ഗാന്ധി പറഞ്ഞതായി അറിയുന്നത് ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് അവരോട് സംസാരിക്കുക എന്നുള്ളതാണ്. എന്താണ് ഈ നിർദ്ദേശങ്ങളുടെയും ഈ പരാതിയുടെയൊക്കെ അടിസ്ഥാനം? എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നമുക്ക് തീർച്ചയായും വസ്തുതകൾ നിഷേധിക്കാൻ പറ്റില്ലല്ലോ. ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെ സ്വാധീനം വർദ്ധിച്ചു. അതിൻ്റെ പിന്നിൽ ഒത്തിരി നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടും ഇന്ത്യയിലെ പ്രത്യേകിച്ച് ഇന്ത്യയിലെ കോർപ്പറേറ്റുകളിലും മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്ന ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു പറ്റം ഉന്നത വർഗങ്ങളുടെ ആസൂത്രിതമായ പ്രചരണം അതിൻ്റെ പിന്നിലുണ്ടെന്ന കാര്യത്തിൽ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഇന്ത്യയിൽ തന്നെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന, ഏറ്റവും കൂടുതൽ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ് ഉള്ള, തൊഴിൽ ഉറപ്പ് പദ്ധതി പരാജയപ്പെട്ട, ഗ്രാമങ്ങളിൽ അങ്ങേയറ്റം ദാരിദ്ര്യമുള്ള ഗുജറാത്തിനെ ഒരു ബ്രാൻഡ് ഇന്ത്യയാക്കി ഉയർത്തി കാണിച്ചുകൊണ്ട് മാധ്യമങ്ങൾ നടത്തിയ വലിയ പ്രചരണം അത് ഒരു ബ്രാൻഡ് മോഡി രൂപപ്പെടുത്തുന്നതിൽ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാനുള്ള യഥാർത്ഥ മാർഗം താഴെ ഗ്രാമങ്ങളിൽ പോയി പ്രവർത്തിക്കുക എന്നത് തന്നെയാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം. അങ്ങേറ്റം TH മുസ്തഫ, പ്രവർത്തന പരിചയവും മികവും എല്ലാം പാർട്ടിയിലെ പദവികൾ ലഭിക്കുന്നതിന് മാനദണ്ഡമാക്കുമെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ സ്ഥാനത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമല്ലേ അത്? അല്ല, പ്രവർത്തന പരിചയം വലിയൊരു പ്രശ്നമാണ്. പ്രവർത്തന പരിചയം ഉണ്ടായാൽ മാത്രമേ ശക്തമായ പ്രവർത്തനം നടത്താൻ പറ്റുള്ളൂ. അതിന്റെ കുറവാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. മാത്രമല്ല, കോൺഗ്രസിന്റെ മതേതരത്വ സ്വഭാവം പൂർണ്ണമായും നടപ്പിലാക്കണം. കോൺഗ്രസിലെ BJP-ക്കാർ കടന്നുകൂടിയിട്ടുണ്ട്. മറ്റേ കോൺഗ്രസിന്റെ അകത്ത് BJP സ്വാധീനം പലപ്പോഴും വരാറുണ്ട്. ഈ നരേന്ദ്രമോദി ഗുജറാത്തിൽ ചെയ്തത് കൂട്ടക്കുരുതി നടത്തി ആളുകളെ ഭീഷണിപ്പെടുത്തി കൈവശപ്പെടുത്തി അവിടെ തന്റെ കൂടെ നിന്നില്ലെങ്കിൽ ജീവനുണ്ടാവില്ല എന്ന് വരുത്തി തീർത്താണ് അവിടെ ഈ വിജയം കൈവരിക്കുന്നത്. ജനാധിപത്യ മാർഗത്തിലൂടെയല്ല. അതിനെ നേരിടാനുള്ള ശക്തി. സമയപരിമിതി മൂലം ഇടപെടുകയാണ്. വളരെയധികം നന്ദി ശ്രീ TH മുസ്തഫ, M ലിജു, ശ്രീ ജോർജ് കുര്യൻ, വെങ്കിടേഷ് രാമകൃഷ്ണൻ.
സ്പെഷ്യൽ എഡിഷനിൽ പങ്കെടുത്തതിന്. ലോവർ പെരിയാർ അണക്കെട്ടിൽ വൻ ചോർച്ച, അനാസ്ഥ ആരുടെ? വാർത്ത ഇടവേളയ്ക്ക് ശേഷം. പഴയതെല്ലാം മാറ്റി പുതിയത് നിറയെ വാങ്ങിട്ടോ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ ചെയിനുകളുടെ ഉത്സവം. ഡെയിലി വെയർ ചെയിനുകളുടെ പുത്തൻ കളക്ഷൻ. റെഗുലർ, സ്പെഷ്യൽ, പ്രീമിയം ഡിസൈനുകളിൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലകളിൽ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പഴയ കൂട്ടുങ്ങൽ അങ്ങാടിയുടെ ഹൃദയഭാഗത്താണ്. ഇവിടെയാണ് പഴയകാലത്തെ ചാവക്കാടിൻ്റെ ജീവിതം, അതിൻ്റെ കേന്ദ്രബിന്ദുവായിരുന്നത് ഇവിടമാണ്. ഇതാണ് വഞ്ചിക്കടവ് എന്ന് പറയുന്ന സ്ഥലം. അന്ന് വാഹന ഗതാഗതം ഇല്ലാതിരുന്ന കാലത്ത് വള്ളങ്ങളിലാണ് ആളുകൾ പൊന്നാനിയിൽ നിന്നും കൊച്ചിയിൽ നിന്നും ഇങ്ങോട്ടും ഇവിടെ നിന്ന് തിരിച്ചും ചരക്കുകൾ എത്തിച്ചിരുന്നത്. ഈ വേദി റിയാലിറ്റി ഷോകളുടെ ചരിത്രം തന്നെ മാറ്റി എഴുതും. സ്ത്രീയെ ഒരിക്കലും ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല, എന്നാൽ സ്ത്രീയാണ് യഥാർത്ഥ ചരിത്രം. പെൺകരുത്തിന്റെ 15 പ്രതിനിധികൾ, നിർമ്മലമായ 15 സ്വപ്നങ്ങൾ. മലയാളത്തിൽ വേറിട്ട ദൃശ്യവിരുന്നൊരുക്കി അവൾ വരുന്നു. ചരിത്രത്തിന്റെ ശിലാലിഖിതങ്ങളിൽ പുതിയ അടയാളപ്പെടുത്തലുമായി ഞാൻ സ്ത്രീ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഞാൻ സ്ത്രീ. ബ്രോട്ട് യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ ചെയിനുകളുടെ ഉത്സവം. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. പാചകം ഒരു കലയാണ്. ഇന്ന് നമുക്ക് പച്ചമുളകിൽ സോയാബീൻ കൊണ്ടുള്ള ഐറ്റം ആയാലോ? എങ്ങനെയുണ്ടെന്ന് നോക്കാല്ലേ? സൂപ്പർ. Until then, it's Praveen Prem signing off from Pachamulagu. ഡയോസ് പച്ചമുളക് brought you by ഡയോസ്. ഫാസ്റ്റ് ആൻഡ് ഹെൽത്തി കുക്കിങ്ങിന് ഡയോസ് തന്നെ വേണം. ഡയോസ് ഫൈൻ ലിവിംഗ്. ആർട്ട് ബീറ്റ്സ് ഇന്ന് രാത്രി 10 മണിക്ക്. സ്പെഷ്യൽ എഡിഷനിലേക്ക് വീണ്ടും.
അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിൽ റിയൽ എസ്റ്റേറ്റ് സ്ഥാപനമായ MRMGF സാമ്പത്തിക നേട്ടമുണ്ടാക്കിയതായി റിപ്പോർട്ട്. ഇടപാടിൽ ആരോപണ വിധേയനായ മുഖ്യ ഇടനിലക്കാരൻ ഗൈഡോ റാൽഫ് ഹാഷ്കെ MRMGFന്റെ ഡയറക്ടറായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനും രാഷ്ട്രീയ കാര്യങ്ങളിലെ വലങ്കയ്യുമായ കനിഷ്ക സിംഗിന്റെ ബന്ധുക്കളാണ് MRMGFന്റെ ഉടമസ്ഥർ. കോപ്റ്റർ ഇടപാടിൽ കനിഷ്ക സിംഗിലൂടെ MRMGF സാമ്പത്തിക നേട്ടമുണ്ടാക്കിയതായി ആരോപണമുന്നയിച്ചത് BJP-യാണ്. പാർട്ടി വക്താവ് പ്രകാശ് ജാവ്ദേക്കർ ഇന്നലെയാണ് ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ ഉന്നയിച്ചത്. In the charge sheet prepared in Italy, before the Italian court, the charge sheet mentions that rupees 200 crores were paid to the first family. There is mention of the family. Who is this the family? ഇതുകൂടാതെ കോപ്റ്റർ ഇടപാടിൽ ആരോപണ വിധേയനായ മുഖ്യ ഇടനിലക്കാരൻ ഗൈഡോ റാൽഫ് ഹാഷ്കെ MRMGFന്റെ ഡയറക്ടറായിരുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന വാർത്ത. ഇക്കാര്യം കമ്പനി തന്നെ അംഗീകരിക്കുന്നുമുണ്ട്. എന്നാൽ കോൺഗ്രസ് ഈ ആരോപണത്തെ നിഷേധിക്കുകയാണ്. ഇടപാടിൽ MRMGF സാമ്പത്തിക ലാഭമുണ്ടാക്കിയതായി BJP നേതാവ് കിരിത് സോമയ്യ CBI ഡയറക്ടർക്ക് കത്തെഴുതി. കൈക്കൂലി ഇനത്തിൽ 360 കോടി ലഭിച്ചതിൽ 210 കോടിയും ബ്രിട്ടീഷ് പൗരനായ മൈക്കലിനാണ് ലഭിച്ചതെന്നും കത്തിലുണ്ട്. 1980-90 കാലഘട്ടത്തിൽ ഇന്ത്യയിലുണ്ടായിരുന്ന മൈക്കലിന്റെ പിതാവ് കോൺഗ്രസ് നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായും ആരോപണമുണ്ട്. നിരവധി വ്യാജ കമ്പനികളുടെ പേരിൽ കേരളത്തിലുടനീളം ഭൂമി വാങ്ങിക്കൂട്ടിയ MRMGF എന്ന റിയൽ എസ്റ്റേറ്റ് സ്ഥാപനമാണിത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഹെലികോപ്റ്റർ ഇടപാടിലെ മുഖ്യ ഇടനിലക്കാരൻ GR ഹാഷ്കെ ഈ സ്ഥാപനത്തിന്റെ ഡയറക്ടറായിരുന്നു. ന്യൂഡൽഹിയിലെ MRMGFന്റെ ആസ്ഥാനത്തു നിന്നും ദൃശ്യങ്ങൾ പകർത്തിയ സുരേഷ് ഇരുമ്പലത്തോടൊപ്പം മുജീബ് റഹ്മാൻ, മീഡിയ 1. അന്യസംസ്ഥാനക്കാർ കേരളത്തിൽ വൻതോതിൽ ഭൂമി വാങ്ങിക്കൂട്ടുന്നതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല പറഞ്ഞു. എറണാകുളം ജില്ലയിലെ ചെങ്ങമ്മനാട് MRMGF ക്രമവിരുദ്ധമായി വൻതോതിൽ ഭൂമി വാങ്ങിയതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. പല കമ്പനികളും വ്യാജമായ കമ്പനികൾ ഉണ്ടാക്കി അവിടെ നാട്ടിൽ ഭൂമി വാങ്ങിക്കുന്നുണ്ട്. പല രജിസ്റ്റർ കച്ചേരിയിലും പോയാൽ നമുക്ക് കാണാൻ കഴിയുന്ന വൻതോതിൽ ഭൂമി ഇടപാടുകൾ നടക്കുന്നു. ഇതാരെ വാങ്ങിക്കുന്നത് ആൾക്കറിയില്ല. ഹെലികോപ്റ്റർ ഇടപാട് അന്വേഷിക്കാൻ CBIയുടെ പ്രത്യേക സംഘം നാളെ ഇറ്റലിയിലേക്ക് പോകും. പ്രതിരോധ മന്ത്രാലയ ഉദ്യോഗസ്ഥരും CBIയെ അനുഗമിക്കും. ജോയിന്റ് സെക്രട്ടറിയാണ് പ്രതിരോധ മന്ത്രാലയത്തെ പ്രതിനിധീകരിക്കുന്നത്. അതിനിടെ ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ കൈമാറണമെന്ന ഇന്ത്യയുടെ ആവശ്യം ഇറ്റാലിയൻ കോടതി തള്ളി. ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നതിന് ഇറ്റാലിയൻ കമ്പനി ഫിൻമെക്കാനിക്കയുമായി കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയ കരാർ പരിശോധിച്ചു വരുന്നതായി കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വിനോദ് റോയ് പറഞ്ഞു. ഉടൻ തന്നെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവരുമെന്നും CAG അറിയിച്ചു. CAG डिफेंस मिनिस्ट्री का ऑडिट करता है और इसका भी किया है और हाल ही में आपके अटेंशन में आ जाएगा. ये बहुत മാവോയിസ്റ്റ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ കേരള കർണാടക അതിർത്തിയിൽ സംയുക്ത സേന തെരച്ചിൽ തുടരുന്നു. ഇരിട്ടി, ആറളം, ചിറ്റാരി ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ. കേരള കർണാടക അതിർത്തിയിൽ ഇപ്പോഴും ശക്തമായ സുരക്ഷാ ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൽ മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ആശങ്കയ്ക്ക് വകയില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മാവോയിസ്റ്റുകൾ കേരളത്തിലേക്ക് കടന്നിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അറിയിച്ചു. ഇന്നലെ രാത്രിയാണ് ആഭ്യന്തരമന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയത്. DGP, ഇന്റലിജൻസ് ADGP എന്നിവർ മാവോയിസ്റ്റുകൾക്കായുള്ള തിരച്ചിലിന്റെ വിശദാംശങ്ങൾ ആഭ്യന്തരമന്ത്രിയെ ധരിപ്പിച്ചു. സംസ്ഥാനത്ത് മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടെന്നതിന് യാതൊരു പ്രകടമായ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടില്ലെന്നാണ് ഇരുവരും യോഗത്തെ അറിയിച്ചത്. മാവോയിസ്റ്റുകൾ പ്രചരിപ്പിച്ചെന്ന് കരുതുന്ന ലഘുലേഖയെക്കുറിച്ചും പോലീസിന് വ്യക്തമായ തെളിവുകളില്ല. സംസ്ഥാനത്ത് മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടെന്നതിന് സ്ഥിരീകരണമില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്ത് പറഞ്ഞു. അതേസമയം പോലീസിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായും അദ്ദേഹം പറഞ്ഞു. ഞാൻ ഡൽഹിയിൽ നിന്ന് വന്ന ഞാൻ പിന്നെ അവരുമായിട്ടൊന്നും ബന്ധപ്പെട്ടിട്ടില്ല. ഏതായിരുന്നാലും നമ്മൾ പ്രത്യേക ജാഗ്രത പുലർത്തുന്നുണ്ട്. ഏത് സാഹചര്യം വന്നാലും ഒരു ആശങ്ക, ഉത്കണ്ഠ വരേണ്ട ഒരു സ്ഥിതിവിശേഷവുമില്ല. മാവോയിസ്റ്റുകൾക്കായുള്ള പോലീസിന്റെ തിരച്ചിൽ രീതിയിലും വാർത്തകൾ മാധ്യമങ്ങളുമായി പങ്കിടുന്നതിലും ആഭ്യന്തരമന്ത്രി അതൃപ്തി പ്രകടിപ്പിച്ചതായി സൂചനയുണ്ട്. ജനങ്ങളിൽ ഭീതി ഉണ്ടാക്കുന്ന വാർത്തകൾ നൽകരുതെന്ന് ആഭ്യന്തരമന്ത്രി പോലീസിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മീഡിയ 1, തിരുവനന്തപുരം. ലോവർ പെരിയാർ അണക്കെട്ടിൽ വൻ ചോർച്ച. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് കുറയുകയും കേരളം കൂടുതൽ വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും ചെയ്യുമ്പോഴാണ് ലോവർ പെരിയാറിലെ വെള്ളം പാഴാകുന്നത്. അറ്റകുറ്റപ്പണി യഥാസമയം നടത്താൻ വൈദ്യുതി ബോർഡ് ശ്രദ്ധിക്കാത്തതാണ് ചോർച്ചയ്ക്ക് കാരണം. മീഡിയ 1 എക്സ്ക്ലൂസീവ്. ലോവർ പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ ദ്രവിച്ചാണ് വെള്ളം ചോരുന്നത്. ഡാമിനാകെ 7 ഷട്ടറുകളുണ്ട്. 7ലൂടെയും വെള്ളം ചോരുന്നു. എല്ലാ വർഷവും അണക്കെട്ടിൽ അറ്റകുറ്റപ്പണികൾ നടത്തണം.
ഇത് നടത്താത്തതാണ് ഷട്ടറുകൾ ദ്രവിച്ച് വെള്ളം പാഴാകാൻ കാരണം. ആയിരക്കണക്കിന് യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം ഇതിനകം ചോർന്നുപോയി. 1998 കമ്മീഷൻ ചെയ്തതാണ് ലോവർ പെരിയാർ ഡാം. ഇടുക്കി ഡാമിലെ സംഭരണശേഷി കഴിഞ്ഞുള്ള ജലവും മാട്ടുപ്പെട്ടി, പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം എന്നീ പവർ സ്റ്റേഷനുകളിൽ ഉൽപ്പാദനം കഴിഞ്ഞുവരുന്ന ജലവുമാണ് ലോവർ പെരിയാറിൽ സംഭരിക്കുക. ഈ വെള്ളം 13 കിലോമീറ്റർ നീളമുള്ള ഡൈവേർഷൻ ടണൽ വഴി കരിമണൽ പവർ ഹൌസിലെത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. 180 മെഗാവാട്ടാണ് കരിമണലിലെ ഉൽപ്പാദനശേഷി. എന്നാൽ കഴിഞ്ഞ ദിവസം ഇവിടെ ഉൽപ്പാദിപ്പിച്ചത് 0.144 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി മാത്രം. ഡാമിലെ ഇപ്പോഴത്തെ ജലനിരപ്പ് 247.2 അടിയാണ്. ലോവർ വെന്റുള്ള ഏഷ്യയിലെ ഏക ഡാമാണിത്. 2 ലോവർ വെന്റ് ഗേറ്റുകളും 5 അപ്പർ വെന്റ് ഗേറ്റുകളും ദ്രവിച്ചിരിക്കുന്നു. ഈ ഷട്ടറുകൾ പ്രവർത്തനക്ഷമവുമല്ല. ഷട്ടറുകൾ പ്രവർത്തിപ്പിക്കാൻ KSEBിക്ക് സ്ഥിരം ജീവനക്കാരില്ല. ഇടുക്കി ഡാമിൽ 2 ദിവസം മുമ്പത്തെ ജലനിരപ്പ് 2322.82 ആയിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 2361.02 ആയിരുന്നു ജലനിരപ്പ്. ഈ ജലം ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വൈദ്യുതി 534.779 ദശലക്ഷം യൂണിറ്റാണ്. സംസ്ഥാനത്ത് ദിവസം 50 മുതൽ 60 വരെ ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉപഭോഗമുണ്ട്. ഇതിൽ 10% മാത്രമാണ് ഇവിടുത്തെ ഉൽപ്പാദനം. ബാക്കി മുഴുവൻ വലിയ വിലയ്ക്ക് പുറത്തുനിന്ന് വാങ്ങുന്നു. ഇതിനിടെയാണ് ലോവർ പെരിയാറിൽ നിന്ന് വെള്ളം ചോരുന്നത്. ബിജു തറയിൽ, ഇടുക്കി, മീഡിയ 1. ഡീസൽ വില കൂട്ടിയപ്പോൾ KSRTCക്ക് അധിക ഭാരം. പൊതുവിപണിയിൽ 45 പൈസയുടെ വർധന ഉണ്ടായപ്പോൾ KSRTCയുടെ വർധന ₹1.80. വൻകിട ഉപഭോക്താക്കളുടെ പട്ടികയിൽപ്പെട്ടതിനാലാണ് വർധനവെന്നാണ് വിലയിരുത്തൽ. ഇതോടെ KSRTCയുടെ പ്രതിസന്ധിയും കൂടും. ഇന്ന് രാവിലെ ഡിപ്പോകളിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഡീസൽ എത്തിയപ്പോഴാണ് വില ഇത്രയും കൂടിയ കാര്യം KSRTC അറിഞ്ഞത്. ₹60.32 ഇന്നലെ ഡീസൽ വാങ്ങിയത്. ഇന്ന് 1 ലിറ്ററിന് ₹62.12 ഈടാക്കിയ ബില്ലാണ് KSRTCക്ക് ലഭിച്ചത്. 4.5 ലക്ഷം ലിറ്റർ ഡീസൽ ഒരു ദിവസം വാങ്ങുന്ന കോർപ്പറേഷന് ദിവസം 8,10,000 രൂപയുടെയും മാസം 2.43 കോടി രൂപയുടെയും അധിക ബാധ്യതയുണ്ടാകും. ഡീസൽ സബ്സിഡി പിൻവലിച്ചതോടെ 83 കോടി രൂപയാണ് KSRTCയുടെ പ്രതിമാസ നഷ്ടം. പുതിയ വില വർധനയോടെ ഇത് 85.43 കോടി രൂപയാകും. എണ്ണ കമ്പനികളുമായി 2 ഘട്ടങ്ങളായി സർക്കാർ ചർച്ച നടത്തിയെങ്കിലും വില വർധനയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ല. 2 മാസത്തേക്ക് സഹായമായി സർക്കാർ നൽകിയ 28 കോടി രൂപ ഇനിയും KSRTCക്ക് ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് KSRTC പോകുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കണ്ണൂർ ഏഴിമലയ്ക്കടുത്ത് കപ്പൽ മത്സ്യബന്ധന ബോട്ടിലിടിച്ച് അപകടത്തിൽപ്പെട്ടവർ രക്ഷപ്പെട്ടത് തലനാഴിഴയ്ക്ക്. ബോട്ടിന്റെ മധ്യഭാഗത്ത് കപ്പലിടിച്ചതിന്റെ ആഘാതത്തിൽ കടലിലേക്ക് വീണ 2 പേരെ മറ്റുള്ളവർ രക്ഷിക്കുകയായിരുന്നു. 3 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. ബോട്ടിന്റെ പള്ളക്ക് വന്ന് ഇടിച്ചിട്ട് ബോട്ട് പള്ള നേരെ അങ്ങാട് തള്ളിപ്പോയി. വേറെ മോളിൽ എല്ലാം അതായത് സുനാമി എല്ലാം മൊത്തം ഒടിഞ്ഞ് മൊത്തം താളത്ത് വീണു. അതിൽ നിന്ന് 2 പേര് അതിന് ഇടിച്ചപ്പോൾ 2 പേര് വെള്ളത്തിയാലായി. പിന്നെ ഞങ്ങൾ അത് 2 പേരെ അങ്ങനെ പൊക്കിയെടുത്തു. മുനമ്പത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ 8 പേരാണ് സാനിയ എന്ന ബോട്ടിലുണ്ടായിരുന്നത്. കടലിൽ നങ്കുരമിട്ട് ചൂണ്ടയിടുന്നതിനിടെയാണ് എതിരെ വന്ന കപ്പൽ കണ്ടത്. അപായമണി മുഴക്കിയിട്ടും ലൈറ്റടിച്ചിട്ടും കപ്പൽ വഴിമാറിയില്ല. ബോട്ടിന്റെ നടുവിൽ കപ്പൽ ശക്തിയായി ഇടിച്ചതിനെ തുടർന്ന് 2 പേർ വെള്ളത്തിലേക്ക് തെറിച്ചു വീണു. മറ്റുള്ളവർ ശ്രമപ്പെട്ടാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. അപകടത്തിൽ പരിക്കേറ്റ കന്യാകുമാരി സ്വദേശികളായ ശ്രാങ്ക് ബിൻസി, ജോൺ, പ്രശാന്ത് എന്നിവരെ 18 മണിക്കൂറിന് ശേഷമാണ് മുനമ്പം ആശുപത്രിയിൽ എത്തിച്ചത്. ബോട്ടിന് ഏതാണ്ട് 35 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി ബോട്ടുടമ പറഞ്ഞു. ജീവൻ നഷ്ടപ്പെടാതെ കരക്ക് എത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ബോട്ടാണെങ്കിൽ ബോട്ട് ഒരു 10-35 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ബോട്ടിൻ്റെ സ്റ്റോറും ബോട്ട് വട്ടം വന്നിടിച്ചിട്ട് ബോട്ട് പള്ളയുമൊക്കെ പൊളിഞ്ഞ് സുനാമിയൊക്കെ പൊളിഞ്ഞ് 10-35 ലക്ഷം രൂപയുടെ നഷ്ടവും ബോട്ടിനുണ്ട്. കാർവാറിലേക്ക് പോകുകയായിരുന്ന ലേഡി ഫർഹാൻ എന്ന കപ്പലാണ് ബോട്ടുമായി ഇടിച്ചത്. കരയിൽ നിന്ന് 22 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചായിരുന്നു അപകടമെന്നാണ് കോസ്റ്റ് ഗാർഡിന്റെ വിശദീകരണം. ബോട്ടിലിടിച്ച കപ്പൽ നിർത്താതെ പോയി. കഴിഞ്ഞ മാസം കോഴിക്കോട് തീരത്തു നിന്നും മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിൽ കപ്പലിടിച്ച് തൊഴിലാളികൾക്ക് പരിക്കേറ്റിരുന്നു. മീഡിയ 1, കൊച്ചി. കശ്മീരിൽ കർഫ്യൂ പിൻവലിച്ചു. ഇന്റർനെറ്റ്, മൊബൈൽ, പത്രങ്ങൾ എന്നിവയടക്കം വാർത്താവിനിമയ സംവിധാനങ്ങൾ പുനഃസ്ഥാപിച്ചു. വാർത്ത കാണാം ഇടവേളയ്ക്ക് ശേഷം. The most memorable moments of my wedding are mine.
rights of India. Mine Diamonds from Malabar Gold. നമ്മളിപ്പോൾ നിൽക്കുന്നത് പഴയ കൂട്ടുങ്ങൽ അങ്ങാടിയുടെ ഹൃദയഭാഗത്താണ്. ഇവിടെയാണ് പഴയകാലത്തെ ചാവക്കാടിൻ്റെ ജീവിതം അതിൻ്റെ കേന്ദ്രബിന്ദുവായിരുന്നത് ഇവിടമാണ്. ഇതാണ് വഞ്ചിക്കടവ് എന്ന് പറയുന്ന സ്ഥലം. അന്ന് വാഹന ഗതാഗതം ഇല്ലാതിരുന്ന കാലത്ത് വള്ളങ്ങളിലാണ് ആളുകൾ പൊന്നാനിയിൽ നിന്നും കൊച്ചിയിൽ നിന്നും ഇങ്ങോട്ടും ഇവിടെ നിന്ന് തിരിച്ചും ചരക്കുകൾ എത്തിച്ചിരുന്നത്. പാചകം ഒരു കലയാണ്. ഇന്ന് നമുക്ക് പച്ചമുളകിൽ സോയാബീൻ കൊണ്ടുള്ള ഐറ്റം ആയാലോ? എങ്ങനെയുണ്ടെന്ന് നോക്കാല്ലേ? Super. Until then, it's Praveen Prem signing off from Pachamulagu. Dios Pachamulagu brought to you by Dios. Fast and healthy cooking in Dios തന്നെ വേണം. Dios Fine Living. എൻ്റെ പ്രസ്ഥാനത്തിന് എതിർപ്പുണ്ടാവാം, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം. പക്ഷേ ഉള്ളത് ഭംഗിയായി അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു കൂട്ടം ആളുകളാണ് മാധ്യമം നടത്തുന്നത്. അതിൻ്റെ തനി പകർപ്പ് തന്നെയാണ് മീഡിയ ഓൺ എന്ന് പറഞ്ഞാൽ മാധ്യമം ഒന്ന് എന്ന് തന്നെയാണ് മലയാളത്തിലൊക്കെ പറഞ്ഞാൽ. സ്പെഷ്യൽ എഡിഷൻ തുടരുന്നു. വി മുരളീധരനെ വീണ്ടും BJP സംസ്ഥാന അധ്യക്ഷനാക്കുന്നതിൽ പാർട്ടി കോർ കമ്മിറ്റിയിലെ ഭൂരിപക്ഷം അംഗങ്ങൾക്കും എതിർപ്പ്. കമ്മിറ്റി അംഗങ്ങളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ട അഭിപ്രായം തേടുമെന്ന് ദേശീയ സെക്രട്ടറി മുരളീധർ റാവു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അധ്യക്ഷനെ നിശ്ചയിക്കാൻ RSS നേതൃത്വവുമായി കൂടിയാലോചിക്കേണ്ടതില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർട്ടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് തലവേദനയായ സാഹചര്യത്തിലാണ് ദേശീയ സെക്രട്ടറി മുരളീധർ റാവു ഇന്ന് കേരളത്തിലെത്തിയിരിക്കുന്നത്. BJP കോർ കമ്മിറ്റി അംഗങ്ങളുടെ കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ നടന്നുവരുന്നത്. ഒ രാജഗോപാൽ, AN രാധാകൃഷ്ണൻ, വി മുരളീധരൻ, കെ സുരേന്ദ്രൻ, CK പത്മനാഭൻ, PS ശ്രീധരൻപിള്ള, MT രമേശ്, KP ശ്രീഷൻ, ഉമാകാന്തൻ, CK പത്മനാഭൻ തുടങ്ങി 11 പേരാണ് കോർ കമ്മിറ്റിയിലുള്ളത്. കോർ കമ്മിറ്റിയിൽ ഭൂരിഭാഗവും വി മുരളീധരൻ പ്രസിഡന്റാകുന്നതിന് എതിരാണ്. എന്നാൽ പാർട്ടി ഭരണഘടനയനുസരിച്ച് ദേശീയ പ്രസിഡന്റിന് സംസ്ഥാന പ്രസിഡന്റിനെ നോമിനേറ്റ് ചെയ്യാം. കോർ കമ്മിറ്റി അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയുടെ റിപ്പോർട്ട് അടുത്ത ദിവസം തന്നെ മുരളീധർ റാവു ദേശീയ പ്രസിഡന്റിന് സമർപ്പിക്കും. വി മുരളീധരന് ഒരവസരം കൂടി നൽകണം എന്ന് ദേശീയ നേതൃത്വത്തിൽ ചിലർക്ക് അഭിപ്രായമുണ്ട്. എന്നാൽ സംസ്ഥാന ഘടകത്തിൽ നിന്ന് ഉയർന്നു വന്ന എതിർപ്പുകൾ അവഗണിക്കാനാവില്ല. വി മുരളീധരനെ എതിർക്കുന്നവർ AN രാധാകൃഷ്ണന്റെ പേരാണ് ഉയർത്തിക്കാണിക്കുന്നത്. തർക്കം രൂക്ഷമായാൽ സമവായത്തിന്റെ ഭാഗമായി പുതിയ പേരും ഉയർന്നു വന്നേക്കാം. ശോഭാ സുരേന്ദ്രന്റെ പേര് വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഒരു വനിത പ്രസിഡന്റായി വരുന്നതിൽ എതിർപ്പില്ല എന്ന് RSS സംസ്ഥാന കാര്യവാഹക് വി ഗോപാലൻകുട്ടി കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടിരുന്നു. അടുത്ത മാസം 2-3 തീയതികളിൽ ചേരുന്ന ദേശീയ സമിതിക്ക് മുമ്പായി തന്നെ സംസ്ഥാന പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുമെന്ന് മുരളീധർ റാവു പറഞ്ഞു. And you are aware that we have the National Council in Delhi next month on 2nd and 3rd. So we have to complete all these things before that, so that our National Council meeting can be attended by the members of the State Council from Kerala. എന്നാൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് RSSുമായി ചർച്ച നടത്തേണ്ട കാര്യമില്ലെന്നും ആവശ്യമാണെങ്കിൽ ആകാമെന്നുമാണ് ചോദ്യത്തിന് മറുപടിയായി മുരളീധർ റാവു പ്രതികരിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
റോഡ് ഉദ്ഘാടനത്തെ ചൊല്ലിയുള്ള തർക്കം ചാവക്കാട്ട് UDF LDF പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷത്തിൽ കലാശിച്ചു. ഗുരുവായൂർ MLA KV അബ്ദുൽ ഖാദറിനെ UDF പ്രവർത്തകർ കയ്യേറ്റം ചെയ്തതായി ആരോപണം. MLA ചാവക്കാട് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. UDF പ്രവർത്തകർ യോഗം ചേർന്ന ഹോട്ടലിന് നേർക്ക് DYFI പ്രവർത്തകർ ഇരച്ചു കയറിയതിൽ ചാവക്കാട് മുനിസിപ്പൽ കൗൺസിലറായ കോൺഗ്രസ് നേതാവിന് പരിക്കേറ്റു. തൃശൂർ ചാവക്കാട്ടെ പുന്ന മുക്കുട്ട് റോഡിന്റെ ഉദ്ഘാടനമാണ് സംഘർഷത്തിന് വഴിവെച്ചത്. MLA ഫണ്ടും നഗരസഭാ ഫണ്ടും ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. ഉദ്ഘാടനം ഇന്ന് പുന്നയിൽ വെച്ച് നടത്താനായിരുന്നു ആദ്യത്തെ തീരുമാനം. എന്നാൽ പിന്നീടത് മുക്കൂട്ടേക്ക് മാറ്റി. പുന്നയിൽ വെച്ച് തന്നെ ഉദ്ഘാടനം നടത്താൻ നിശ്ചയിച്ച LDF പ്രവർത്തകർ MLA KV അബ്ദുൽ ഖാദറിന്റെ നേതൃത്വത്തിൽ രാവിലെ പ്രകടനമായി എത്തി. ഇവരെത്തുന്നതിന് തൊട്ടുമുൻപ് UDF കൗൺസിലർ യതീന്ദ്രനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. അതോടെയാണ് ബഹളം തുടങ്ങിയത്. ബഹളത്തിനിടെ വിവിധ കേസുകളിൽ ആരോപണവിധേയനായ ഒരാൾ MLAയോട് തട്ടിക്കയറുകയും ചീത്ത പറയുകയും ചെയ്തു. ഇയാളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് അബ്ദുൽ ഖാദർ ചാവക്കാട് സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. LDF പ്രവർത്തകർ കുന്നംകുളം ചാവക്കാട് റോഡ് ഉപരോധിക്കുകയും ചെയ്തു. പിന്നീട് ഒരു ഹോട്ടലിൽ ചേർന്ന UDF യോഗത്തിലേക്കാണ് DYFI പ്രവർത്തകർ ഇരച്ചു കയറിയത്. ഹോട്ടൽ തകർത്തു. സംഭവത്തിൽ കോൺഗ്രസ് പ്രവർത്തകനായ കൗൺസിലർക്ക് പരിക്കേറ്റു. 2 ദിവസത്തിനകം അക്രമികളെ പിടികൂടുമെന്ന് പോലീസ് ഉറപ്പ് നൽകിയതിനു ശേഷമാണ് അബ്ദുൽ ഖാദർ സമരം അവസാനിപ്പിച്ചത്. പിന്നീട് UDFന്റെയും LDFന്റെയും പ്രവർത്തകർ ചാവക്കാട് നഗരത്തിൽ പ്രകടനം നടത്തി. പ്രകടനം പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷത്തിന് അയവ് വന്നത്. മീഡിയ 1 തൃശൂർ. കശ്മീരിൽ കർഫ്യൂ പിൻവലിച്ചു. ഇന്റർനെറ്റ്, മൊബൈൽ, പത്രങ്ങൾ എന്നിവയടക്കം വാർത്താവിനിമയ സംവിധാനങ്ങൾ പുനഃസ്ഥാപിച്ചു. അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷയെ തുടർന്നാണ് ഈ മാസം 9-ന് കർഫ്യൂ പ്രഖ്യാപിച്ചത്. കർഫ്യൂ പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ച് വെള്ളിയാഴ്ച നമസ്കാരത്തിന് ശേഷം ഹുറിയത്ത് കോൺഫറൻസ് മാർച്ച് നടത്തിയിരുന്നു. കർഫ്യൂ ലംഘിച്ച് കശ്മീരിൽ പ്രകടനങ്ങൾ നടന്നു. പ്രകടനങ്ങൾക്കിടെ ഉണ്ടായ സംഘർഷങ്ങളിൽ 3 പേർ കൊല്ലപ്പെട്ടു. 100-ലധികം പേർക്ക് പരിക്കേറ്റു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നതിനാൽ ഭക്ഷണ സാധനങ്ങളുടെ കുറവും അവശ്യവസ്തുക്കളുടെ ദൗർലഭ്യവും ഉണ്ടായിരുന്നു. ജുഡീഷ്യറിയുടെയും പോലീസിന്റെയും പരിഷ്കാരം ജനാധിപത്യം ശക്തിപ്പെടുത്താൻ ആവശ്യമാണെന്ന് ഉപരാഷ്ട്രപതി ഹാമിദ് അൻസാരി. തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ വക്കം മൗലവി സ്മാരക പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സാമൂഹ്യ പ്രവർത്തനത്തിനുള്ള പ്രഥമ NA കരീം അവാർഡ് ഏകതാ പരിഷത്ത് നേതാവ് ഡോക്ടർ PV രാജഗോപാലിന് അദ്ദേഹം സമ്മാനിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് രാവിലെയാണ് ഉപരാഷ്ട്രപതി കേരളത്തിലെത്തിയത്. വധശിക്ഷ നടപ്പാക്കുന്നത് തടയണം എന്നാവശ്യപ്പെട്ട് വീരപ്പൻ സംഘാംഗങ്ങളായിരുന്ന 4 പേർ സമർപ്പിച്ച ഹർജി പരിഗണിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. വധശിക്ഷ നാളെ നടപ്പാക്കാൻ ഇടയുണ്ടെന്നും അത് തടയണമെന്നാവശ്യപ്പെട്ടുമായിരുന്നു ഹർജി. ശിക്ഷ നടപ്പാക്കുന്നതിന് തീയതി തീരുമാനിച്ചിട്ടില്ലെന്നും അതിനാൽ ഹർജി അടിയന്തരമായി പരിഗണിക്കേണ്ട ആവശ്യമില്ലെന്നും കോടതി അറിയിച്ചു. ഹർജി പിന്നീട് പരിഗണിക്കാമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ ശിക്ഷ നാളെ നടപ്പാക്കിയേക്കുമെന്ന അഭ്യൂഹം ശക്തമാണ്. വീരപ്പന്റെ മൂത്ത സഹോദരൻ ജ്ഞാനപ്രകാശ്, സൈമൺ, മീസേഗർ മദയ്യ, ബിലവേന്ദ്രൻ എന്നിവരാണ് കോടതിയെ സമീപിച്ചത്. കുഴിബോംബ് സ്ഫോടനം നടത്തി പോലീസുകാർ ഉൾപ്പെടെ 22 പേരെ വധിച്ച കേസിലാണ് ഇവർക്ക് വധശിക്ഷ വിധിച്ചത്. 4 പേരുടെയും ദയാഹർജി രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇവർ കോടതിയെ സമീപിച്ചത്. ഇടവേളയ്ക്ക് ശേഷം സ്പോർട്സ് വാർത്തകൾ കാണാം. ഈ വേദി റിയാലിറ്റി ഷോകളുടെ ചരിത്രം തന്നെ മാറ്റി എഴുതും. സ്ത്രീയെ ഒരിക്കലും ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ സ്ത്രീയാണ് യഥാർത്ഥ ചരിത്രം. പെൺകരുത്തിന്റെ 15 പ്രതിനിധികൾ, നിർമ്മലമായ 15 സ്വപ്നങ്ങൾ. മലയാളത്തിൽ വേറിട്ട ദൃശ്യവിരുന്നൊരുക്കി അവൾ വരുന്നു. ചരിത്രത്തിന്റെ ശിലാലിഖിതങ്ങളിൽ പുതിയ അടയാളപ്പെടുത്തലുമായി ഞാൻ സ്ത്രീ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഞാൻ സ്ത്രീ brought you by മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ ചേമ്പുരുടെ ഉത്സവം. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. പാചകം ഒരു കലയാണ്. ഇന്ന് നമുക്ക് പച്ചമുളകിൽ സോയാബീൻ കൊണ്ടുള്ള ഐറ്റം ആയാലോ?
എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ? Super. Until then, it's Praveen Prem signing off from Pachamulagu. Dios Pachamulagu brought to you by Dios. Fast and healthy cooking in Dios തന്നെ വേണം. Dios Fine Living. ആർട്ട് ബീറ്റ്സ് ഇന്ന് രാത്രി 10 മണിക്ക്. കൊല്ലത്ത് നടക്കുന്ന സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ബീഹാറിന് ജയം. 1-4 ഗോളുകൾക്കാണ് ജയം. ദാമൻഡ്യൂവിനെയാണ് ബീഹാർ തോൽപ്പിച്ചത്. നേരത്തെ നടന്ന മറ്റൊരു മത്സരത്തിൽ കർണാടകത്തിന് ജയം. ഏകപക്ഷീയമായി 8 ഗോളിനാണ് കർണാടക അരുണാചലിനെ പരാജയപ്പെടുത്തിയത്. കൊച്ചിയിൽ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ ഛത്തീസ്ഗഡ് ഹരിയാന മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമുകളും ഓരോ ഗോളുകൾ നേടി. ടെന്നീസ് ചെറുപ്പക്കാരികളുടെ മാത്രം കളിയല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് സെറീന വില്യംസ്. 31-ാം വയസ്സിൽ ടെന്നീസ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്താണ് ഈ അമേരിക്കൻ താരം. ഖത്തർ ഓപ്പൺ ജയിച്ചതോടെ ടെന്നീസ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ വനിതാ താരമെന്ന റെക്കോർഡ് സെറീനയ്ക്ക് സ്വന്തം. ഖത്തർ ഓപ്പൺ ക്വാർട്ടർ ഫൈനലിൽ മുൻ വിംബിൾഡൺ ജേത്രി പെട്ര ക്വിറ്റ്വേയെയാണ് സെറീന തോൽപ്പിച്ചത്. നേരത്തെ വിക്ടോറിയ അസാരംഗയായിരുന്നു 1-ാം റാങ്ക്. ടെന്നീസ് കരിയറിൽ ഇത് 6-ാം തവണയാണ് സെറീന 1-ാം റാങ്ക് നിലനിർത്തുന്നത്. സെമിയിൽ മരിയ ഷെറപ്പോവയാണ് സെറീനയുടെ എതിരാളി. സ്പെഷ്യൽ എഡിഷനിൽ ഇനി ഇന്നത്തെ മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. ബംഗ്ലാദേശിൽ യുദ്ധക്കുറ്റ വിചാരണയ്ക്കെതിരെയുള്ള പ്രതിഷേധം തുടരുന്നു. പ്രക്ഷോഭത്തിനിടെ 4 പേർ കൊല്ലപ്പെട്ടു. പ്രധാന ടൂറിസ്റ്റ് പ്രദേശമായ തരബുനിയയിലായിരുന്നു സംഘർഷം. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റായ ഫേസ്ബുക്കിന് നേർക്ക് ഹാക്കർ ആക്രമണം. എന്നാൽ ഉപയോക്താക്കളുടെ വിവരങ്ങളൊന്നും ചോർന്നിട്ടില്ലെന്ന് ഫേസ്ബുക്ക് അവകാശപ്പെട്ടു. KSRTCയെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളത്ത് തൊഴിലാളികൾ കാൽനട ജാഥ സംഘടിപ്പിച്ചു. ബസിന്റെ മാതൃക ശവമഞ്ചത്തിൽ കയറ്റിയായിരുന്നു ജാഥ. സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. പവന് 160 രൂപ കുറഞ്ഞ് 22,400 രൂപയാണ് പുതിയ വില. ഗ്രാമിന് 200 രൂപയാണ് കുറഞ്ഞത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹെലികോപ്റ്റർ ഇടപാടിന്റെ രേഖകൾ ഇന്ത്യക്ക് കൈമാറാനാകില്ലെന്ന് ഇറ്റലി. പ്രതിരോധ വകുപ്പിന്റെയും CBIയുടെയും പ്രത്യേക സംഘം നാളെ ഇറ്റലിയിലേക്ക്. കരാർ പരിശോധിച്ചു വരികയാണെന്ന് CAG. സൂര്യനെല്ലി കേസിലെ പ്രതി ധർമ്മരാജന് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. സൂര്യനെല്ലി പെൺകുട്ടിയെ ആവശ്യപ്പെട്ടാൽ നിയമസഹായം നൽകുമെന്ന് VS അച്യുതാനന്ദൻ. പെൺകുട്ടിയെ VS വീട്ടിൽ ചെന്ന് കണ്ടു. ഇതെല്ലാ തലങ്ങളിലും ചർച്ച ചെയ്യണമെന്ന് എൻ്റെ പാർട്ടിയിൽ ഞാൻ ചർച്ച ചെയ്തിട്ടില്ല. പക്ഷെ ഞാനൊരു പുതിയ ആശയമാണ് ഉന്നയിച്ചത്. കേരളത്തിലെ ഭൂമി മറ്റുള്ള ആളുകളും കമ്പനികളും ഒക്കെ വാങ്ങിക്കൂട്ടുന്നതിന് ചില നിയന്ത്രണങ്ങൾ വേണ്ടിയിരിക്കുന്നു. മീഡിയ വൺ ഇംപാക്ട്. MRMGF ഉൾപ്പെടെ കേരളത്തിൽ അന്യസംസ്ഥാന കുത്തകകൾ ഭൂമി വാങ്ങിക്കൂട്ടുന്നതിനെതിരെ അന്വേഷണം വേണമെന്ന് രമേശ് ചെന്നിത്തല. ഹെലികോപ്റ്റർ ഇടപാടിൽ MRMGFന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് BJP. മാവോയിസ്റ്റുകളുടെ പേരിൽ ആശങ്ക വേണ്ടെന്ന് സർക്കാർ. മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. കേരള കർണാടക അതിർത്തിയിൽ സംയുക്ത സേനയുടെ തിരച്ചിൽ. വധശിക്ഷ നടപ്പാക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് വീരപ്പൻ സംഘാംഗങ്ങളായിരുന്ന 4 പേർ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി പരിഗണിച്ചില്ല. ഹർജി അടിയന്തരമായി പരിഗണിക്കേണ്ട ആവശ്യമില്ലെന്ന് കോടതി. ശിക്ഷ നാളെ നടപ്പാക്കിയേക്കുമെന്ന് അഭ്യൂഹം. ഇതോടെ സ്പെഷ്യൽ എഡിഷൻ അവസാനിച്ചു. Goodbye and good night.